നമുക്ക് വിംസ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ലിസ്റ്റ് കൂടി പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കേണ്ടതുണ്ട്. ഇപ്പോൾ മരണസംഖ്യ ഉയരുന്നു എന്ന കണക്കാണ് പ്രേക്ഷകരെ വരുന്നത്. ഓരോ നിമിഷവും മരണസംഖ്യ ഉയരുന്ന വാർത്തകൾ. പലയിടങ്ങളിൽ നിന്നായി മൃതദേഹങ്ങൾ ആശുപത്രികളിലെത്തുന്നു. മരണസംഖ്യ 119 ആയിരിക്കുന്നു എന്ന വിവരമാണ് എത്തുന്നത്. ഈ നിമിഷം പ്രേക്ഷകരെ അറിയിക്കാനുള്ളത് 119 പേർ. ഇന്നലെ വൈകുന്നേരം ഇതേ സമയം ജീവനോടെ ഉണ്ടായിരുന്നവർ, ഒരുപാട് സ്വപ്നങ്ങളുമായി ഉറങ്ങാൻ പോയ മനുഷ്യർ ഇന്ന് രാവിലെ ഉണർന്നില്ല. അവർ പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക്, ഈ ഇരുവഴിഞ്ഞിപ്പുഴയുടെ തീരങ്ങളിൽ താമസിച്ച മനുഷ്യർ, ഈ മുണ്ടക്കൈയിലും ഒപ്പം തന്നെ ഈ ചൂരൽമലയുടെയും ഭാഗങ്ങളിലുണ്ടായിരുന്ന മനുഷ്യർ, അവരെ ചാലിയാർ പുഴയിൽ പലരെ കണ്ടെത്തി, പലരും മണ്ണിനടിയിൽ കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ എണ്ണം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 119 മൃതദേഹങ്ങൾ കിട്ടിയിരിക്കുന്നു എന്ന വിവരമാണ് ലഭ്യമാവുന്നത്. 90-ലധികം പേരെ ഇനിയും കാണാനുണ്ട് എന്നത് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ആശങ്കപ്പെടുത്തുന്ന, കേരളം അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമാണ്. വലിയ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം കൂടിയാണ് നമ്മൾ കണ്ടത്. വളരെ അധികം എഫേർട്ട് എടുത്ത് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് നമ്മളുടെ രക്ഷാസംഘം മല കടന്ന് ഈ പ്രദേശത്തേക്ക് ചെന്നെത്തിയത്. മുണ്ടകൈ ഭാഗത്തേക്ക് കടന്നു പോകാൻ ഏറെ ബുദ്ധിമുട്ടായിരുന്നു. ദുഷ്കരമായ പാതയാണ്. ഞങ്ങളുടെ പ്രതിനിധി ദീപക് മോഹൻ അടക്കമുള്ളവർ ആദ്യത്തെ രക്ഷാസംഘത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. പാതി വഴി ചെല്ലുമ്പോൾ വീണ്ടും ഉരുൾപൊട്ടുന്നു, തിരിച്ചു മടങ്ങേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവുന്നു. അപ്പോഴും കുത്തിയൊലിച്ചൊഴുകുന്ന പുഴയെ മറികടക്കാൻ വേണ്ടി ഒരു വടത്തിൻ്റെ സഹായത്തിൽ മാത്രം അവർ മറികര കടക്കുന്നു. ഒലിച്ചു വരുന്ന പാറയും മണ്ണുമെല്ലാം തൃണവദ്ഗണിച്ചുകൊണ്ട് ഈ ഒറ്റപ്പെട്ടു പോയ മുണ്ടക്കൈയിലെ മനുഷ്യരടുത്തേക്ക് ചെല്ലാൻ 12 മണിക്കൂർ എടുത്തു ഈ രക്ഷാസംഘം എന്നുള്ളതാണ്. രാവിലെ 8:30 തന്നെ ഹെലികോപ്റ്റർ അവിടെ എത്തിയെങ്കിലും ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യവും കാലാവസ്ഥയുമായിരുന്നില്ല. എന്നാൽ ഇത് വൈകുന്നേരം കോടൽമഞ്ഞിനെയും അവഗണിച്ചുകൊണ്ട് ചൂരൽമലയിലേക്ക് ഇന്ത്യൻ നാവികസേനയുടെ ഹെലികോപ്റ്റർ പറന്നിറങ്ങി. ഒരുപാട് പേരെ ആ ഭാഗത്തു നിന്നും MiG-15 കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും പ്രേക്ഷകർ കണ്ടു. 119 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മരണസംഖ്യ 119. മരിച്ചവരിൽ 7 കുട്ടികൾ ഉൾപ്പെടുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇപ്പോൾ വിംസ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ വിവരം കൂടി ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. അബ്ദുൽ സമദ്, ഉവൈദ്, മുനീർ, നൌഷിദ, സുകൃതി, അനീഷ്, ഫാത്തിമ നൂറിൻ, സുലൈമാൻ, അപ്പു, മെഹ്ന, മെഹ്വിൻ, പ്രജിത, ശാരദ, അയാൻ, അബൂബക്കർ, താഹിറ, നോബിഷ, പാർവതി, മനോജ്, സന്തോഷ് എന്നിവരാണ് ഇപ്പോൾ വിംസ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. മറ്റാശുപത്രിയിലും ചികിത്സയിലുള്ളവരുണ്ട്. 124 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ട്രീ വാലി റിസോർട്ടിലേക്ക് സൈന്യം പൂർണ്ണമായിട്ടും നീങ്ങുകയാണ്. നേരത്തെ അവിടെ നിന്നും 100ഓളം ആളുകളെ ആ ഭാഗത്ത് നിന്നും മാറ്റിയിരുന്നു. മദ്രസയുടെ ഭാഗത്ത് നിന്നും മാറ്റിയിരുന്നു. ട്രീ വാലി ഭാഗത്ത് കുറേ അധികം ആളുകൾ ഒരുമിച്ച് കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയുള്ളവരെ രക്ഷിക്കണമേ എന്ന് നമ്മളോട് ചിലർ ആവശ്യപ്പെട്ടതും പ്രേക്ഷകർ കണ്ടു. ഇപ്പോൾ കനത്ത മൂടൽമഞ്ഞാണ് ആ പ്രദേശത്ത്. എനിക്ക് ദീപക് മോഹനെ ഒന്ന് കണക്ട് ചെയ്യാൻ സാധിച്ചാൽ നന്നായിരിക്കും. രാത്രിയിൽ രക്ഷാപ്രവർത്തനം തുടരും എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നത്. പക്ഷേ വെള്ളാർമലയിലടക്കം രക്ഷാപ്രവർത്തനം ഇതിന് വലിയ രീതിയിൽ മൂടൽമഞ്ഞ് തടസ്സമാകുന്നുണ്ട്. കനത്ത മൂടൽമഞ്ഞിനെയും കോടയും മറികടന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുക ദുസ്സഹമാണ്. ഈ രാത്രിയിലും റിപ്പോർട്ടർ TV പ്രേക്ഷകരിലേക്ക് തത്സമയ വാർത്തകൾ എത്തിച്ചുകൊണ്ടിരിക്കും. ഇന്ന് ഈ വാർത്തയറിഞ്ഞ നിമിഷം മുതൽ രാവിലെ 5 മണിക്ക് ഈ വാർത്ത നമ്മുടെ ന്യൂസ് റൂമിൽ അലാമായി എത്തുന്ന നിമിഷം മുതൽ പ്രേക്ഷകരിലേക്ക് ഇടവേളകളില്ലാതെ തത്സമയം റിപ്പോർട്ടർ TVയുടെ വാർത്താസംഘം വാർത്തകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ കോർഡിനേറ്റിംഗ് എഡിറ്റർ സുജയ പാർവതി, ഗ്രൗണ്ട് സീറോയിൽ നിന്നുകൊണ്ട് നമ്മളുടെ പ്രതിനിധികൾ ദീപക് മോഹൻ, ഒപ്പം സാനിയ മനോമി, VS രഞ്ജിത്ത്, ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ പ്രേക്ഷകർക്കൊപ്പം ചേരുന്ന സ്മൃതി പരുത്തിക്കാട്, TV പ്രസാദ്, അല്ലമീൻ തുടങ്ങി നമ്മളുടെ വാർത്താസംഘം, സിനോജ് തോമസ്, എല്ലാ വാർത്താസംഘങ്ങളും ഇന്ന് പൂർണ്ണമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആ ഭാഗത്താണ്. ഇപ്പോൾ അട്ടമല 3 റോഡ് എന്ന സ്ഥലത്ത് 6 ഫാമിലി കുടുങ്ങിക്കിടക്കുന്നു. രക്ഷാപ്രവർത്തകരാരും എത്തിയിട്ടില്ല എന്ന വാർത്ത കൂടി ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. അട്ടമലയിൽ 3 റോഡ് എന്ന സ്ഥലത്താണ്. നമുക്ക് ഈ വിവരം മിനിസ്റ്ററെ ഒന്ന് വിളിച്ചറിയിക്കേണ്ടതുണ്ട്. നമുക്ക് രാജൻ മിനിസ്റ്ററെ ഒന്ന് കണക്ട് ചെയ്താൽ നന്നായിരിക്കും. അട്ടമലയിൽ 3 റോഡ് എന്ന സ്ഥലത്ത് 6 ഫാമിലി കുടുങ്ങിക്കിടക്കുകയാണ്. അംഗങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. രക്ഷാപ്രവർത്തകരാരും എത്തിയിട്ടില്ല. രാത്രിയാണ്. അവരെ ആ ഭാഗത്തുനിന്ന് രക്ഷിച്ചു കൊണ്ടുപോകേണ്ടതുണ്ട്.